ഷൈൻ ടോം ചാക്കോയ്ക്കും വിൻസിക്കുമെതിരെ സൂത്രവാക്യം സിനിമയുടെ നിർമ്മാതാവ്. വിൻസിയും ഷൈനും സിനിമയുടെ പ്രമോഷനുമായി സഹകരിക്കുന്നില്ലെന്ന് നിർമ്മാതാവ് ശ്രീകാന്ത് കുണ്ട്രഗോള പറഞ്ഞു. Now the movie is more negatively affected. Yesterday we have released Easter poster and both Vinci or Shine Chako, no one has shared it. And it's not promoting, it's not even going to even 100 or 1000 people. Any complaint was not given to ICC board, or genuinely I didn't know that. You can confirm with Vinci about that. Not involved, I don't know anything about the drugs or don't know anything about the other abuses and all that. But my film is getting affected. I'm getting affected right now. It's like, it's my last hope on these things. I come here to the Kerala to make more movies and really loved the movie making. I thought of making more movies, but in the first movie itself I'm getting these effects. I really don't know what to say. I don't have sleep for like last 3 to 4 days. That's the reason on the other day also I was like, and I didn't know even the news about these things because I'm completely stressed out. മലയാളത്തിൽ കൂടുതൽ സിനിമകൾ നിർമ്മിക്കാൻ വേണ്ടി വന്ന മലയാള സിനിമാ നിർമ്മാണ രീതിയൊക്കെ ഇഷ്ടപ്പെട്ട് വന്ന ഒരു നിർമ്മാതാവിന്റെ വാക്കുകളാണ് കേട്ടത്. ഈ ലഹരി മരുന്നോ അങ്ങനെയുള്ള ഉപയോഗം അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സിനിമ അഫക്റ്റ് ചെയ്യപ്പെടുന്നു, സിനിമയാണ് ബാധിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് ഈ നടനും നടിയും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് നിർമ്മാതാവിന്റെ പരാതി. അരുൺ ശങ്കർ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഇന്നിപ്പോൾ 3 യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ചേരാനിരിക്കുന്നത്. അതിൽ സിനിമയുടെ തന്നെ ആഭ്യന്തര പരാതി പരിഹാര സെല്ല് യോഗം ചേരുന്നുണ്ട്. തൊട്ടു മുൻപ് നിർമ്മാതാവ് സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയെ എങ്ങനെ ബാധിക്കുന്നു എന്നതടക്കമുള്ള ആശങ്കകൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. എന്താണ് വിവരങ്ങൾ? തീർച്ചയായിട്ടും മലയാള സിനിമ ഇഷ്ടപ്പെട്ട് മലയാള സിനിമ നിർമ്മിക്കാൻ വന്ന നിർമ്മാതാവാണ് ശ്രീകാന്ത്. ഹൈദരാബാദ് സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയെ ഈ വിവാദങ്ങൾ ബാധിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അത് ബാധിക്കുക മാത്രമല്ല, ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് നടനും നടിയും, അതായത് ഇതിൻ്റെ ഈ വിവാദത്തിലെ പരാതിക്കാരിയായ വിൻസിയും ആരോപണവിധനായ ഷൈനും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യത്തിലും ഇപ്പോൾ നിർമ്മാതാവ് വ്യക്തവരുത്തിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ സെറ്റിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായതായിട്ട് മറ്റുള്ളവർക്ക് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോൾ നിർമ്മാതാവ് വ്യക്തത വരുത്തിയിട്ടുണ്ട്. വിൻസിയുമായിട്ട് താൻ സംസാരിച്ചു. അപ്പോൾ വിൻസി തന്നെ പറഞ്ഞു ഈ പ്രശ്നം സംബന്ധിച്ച് സെറ്റിലുള്ളവർക്ക് അറിയാമായിരുന്നു എന്നാണ്. പക്ഷേ ആർക്കൊക്കെ അറിയാമായിരുന്നു എന്ന് വിൻസി പറഞ്ഞില്ല എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഇവിടെ നിക്ഷേപിച്ച പണം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി ഇതിൻ്റെ ആഭ്യന്തര സമിതി യോഗം ചേരുന്നുണ്ട്. സമിതിക്ക് മുൻപാകെ വിൻസി എത്തുമെന്നുള്ളത് തന്നെയാണ് ഇതുവരെ നമുക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഈ പരാതി തന്നെ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ ആരോപണവിധനായ ഷൈൻ ടോം ചാക്കോ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. ഇന്ന് ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ ഉണ്ടായിരുന്നെങ്കിൽ എത്തേണ്ടതായിരുന്നു. പക്ഷേ ചോദ്യം ചെയ്യൽ മാറ്റിവെച്ച സാഹചര്യത്തിൽ അദ്ദേഹം ഇതിനുവേണ്ടി മാത്രം എത്തുമോ എന്ന് വ്യക്തമല്ല. പരാതിയിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ആഭ്യന്തര സമിതിക്ക് തുടർ നടപടിയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും. ആരോപണ വിധേയനായ ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തുകയോ മറ്റു രീതിയിൽ മൊഴിയെടുക്കുകയോ ചെയ്യണം. അതിനുശേഷമാണ് അവരൊരു തീരുമാനത്തിലേക്ക് എത്തുക. ഈ രണ്ടുപേരിൽ നിന്ന് മാത്രമല്ല, സെറ്റിലുണ്ടായിരുന്നവർക്ക് കൂടി ഈ വിഷയം അറിയുമായിരുന്നു എന്ന് പറയുമ്പോൾ നിർമ്മാതാവ്, സംവിധായകൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്നും ഈ സമിതി മൊഴിയെടുക്കും. അങ്ങനെയായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് പോവുക. അത് ഇന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല. അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഈ ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ഇടപെടാൻ കഴിയൂ എന്നുള്ളതാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ പറയുന്നത്. ഇക്കാര്യത്തിൽ അടിസ്ഥാനപരമായിട്ട് തീരുമാനമെടുക്കേണ്ടത് IC ആണ്. ആ ICയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റി കൈക്കൊള്ളുക. അതൊരു പക്ഷേ ഷൈൻ ടോം ചാക്കോയ്ക്ക് എതിരായിട്ടാണ് IC തീരുമാനമെടുക്കുന്നതെങ്കിൽ ചേംബറിന് ഷൈൻ ടോം ചാക്കോയെ വിലക്കാൻ ഉൾപ്പെടെയുള്ള തീരുമാനങ്ങളിലേക്ക് പോകാം. ഈ മോണിറ്ററിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് സമഗ്രമാണ്. ഇത് ഒരു സംഘടനയുടെ പ്രതിനിധികൾ മാത്രമല്ല, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന 7 സംഘടനകളിലെ പ്രതിനിധികളുണ്ട്. അത് ഓരോ സംഘടനയിൽ നിന്ന് 3 പേർ വീതം ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത്തരത്തിൽ വിശദമായ സമഗ്രമായ ഒരു ചർച്ച ആ യോഗത്തിൽ നടക്കും. അതിനുശേഷം മാത്രമായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം കൈക്കൊള്ളുക. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. തൊട്ടു മുൻപാണ് നമ്മൾ പ്രൊഡ്യൂസറുടെ പ്രതികരണം കേട്ടത്. സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താരങ്ങൾ ആരും സഹകരിക്കുന്നില്ല എന്നുള്ളതും അദ്ദേഹത്തിന്റെ സിനിമയെ അത് ബാധിക്കുന്നു എന്നുള്ള പരാതിയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്.